ഡി നീ റോട്ടിലുള്ള ആൾക്കാരിൻ്റെയൊക്കെ തലയിൽ കയറാൻ പോവാ? റോട്ടിൽ വരുന്ന ആൾക്കാരുടെ തലയിൽ കയറാൻ. നായ്ക്കൾ മുടിക്ക് കൊത്തോ? നായ്ക്കളെ മുടിക്ക് കൊത്തോ? കൊത്തരുത് പറഞ്ഞിട്ടുണ്ട് നിന്നോട്. പൂച്ചനെയും നായിനെയും ഉപദ്രവിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കേൾക്കണില്ലേ നീ? എവിടേക്ക് പോയിട്ട് ചുണ്ടൊക്കെ മുറിച്ച് വെച്ചിട്ട് വന്നിട്ട് ഇത് കണ്ടില്ലേ? ചുണ്ട് പകുതി പോയി. ആയിട്ട് ചുണ്ട് കാണിക്ക്, ചുണ്ട് കാണിക്ക്. അമ്മ എൻ്റെ കൈ മുഴുങ്ങണ്. കുരുത്തങ്ങോട്ട് വെക്കടോ. ഇത് കയ്യാണ് ഉമ്മൻ്റെ. ഉമ്മൻ്റെ കയ്യാണ് മുഴുങ്ങാൻ നോക്കണം നീ. ഉമ്മൻ്റെ കയ്യാണ് മുഴുങ്ങാൻ നോക്കണം. മുഴുവൻ മുഴുങ്ങ. എന്നാ കത്തി തിന്നെ. അമ്മേ ചുണ്ട് മുറിഞ്ഞതുകൊണ്ട് കൊത്താൻ കിട്ടണില്ല കേട്ടോ ആ പാവത്തിന്. ഡി ഇതെൻ്റെ കയ്യാണ്, ഇറച്ചി കഷ്ണമല്ല. അത് ഇറച്ചി കഷ്ണമല്ല, എൻ്റെ കയ്യാണ്. നീ കൊത്തുപൊടി നീ ദേഷ്യം വന്നു. നീ കൊത്തുപൊടി നീ. ഇന്നലെ രാത്രി വൈകുന്നേരത്ത് വന്നിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ഇത്രയല്ലേ നേരമായിട്ടുള്ളൂ, പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പേടി തട്ടി വരാണ്ടായാലോ പറഞ്ഞിട്ട് നമ്മൾ കൂട്ടിലടയ്ക്കാണ്ട് നോക്കിയിട്ടാ. പക്ഷേങ്കിൽ ഇന്നലെ വീണ്ടും പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഇനി രാത്രി നമ്മൾ കൂട്ടിൽ കയറാനായിട്ട് വരില്ല എന്ന്. അപ്പോൾ ഇനി തക്കടൂൻ്റെ വീട്ടിലേക്ക് ഇനി വേറെ ആരെങ്കിലും വരും, അത് കാത്തിരിക്കുക. നമുക്ക് പാവത്തിൻ്റെ ചുണ്ട് പൊട്ടിയപ്പോൾ നാക്ക് പുറത്ത് വരുന്നത് കാണണം. എൻ്റെ കയ്യിലെന്തോ കൊത്തി വലിച്ചെടുത്ത് നോക്കണം കിട്ടുമെന്നറിയാൻ. വേദനിക്കും കുഞ്ഞമ്മക്ക്. ഇക്ക ഇഡ്ഡലി കഴിക്കുമ്പോൾ ഇക്കാൻ്റെ തോളത്ത് പോയിരുന്ന് ഇഡ്ഡലി കാട്ടെന്ന് പറഞ്ഞ് ഇക്കാൻ്റെ നിന്ന് ഇഡ്ഡലി കഴിച്ച്. അപ്പം ഇക്ക അറിയാം കുട്ടികൾക്ക് വാരി കൊടുക്കണ പോലെ ഇത് ഈ സാധനത്തിന് വാരി കൊടുക്കണമല്ലോ. അല്ലാണ്ട് പോവാത്ത ആൾ തിന്നാൻ ചോദിക്കാൻ വേണ്ടി മാത്രം പോയിരിക്കുക. കൊത്തണ് നോക്കേ ഇമ്മാനെയാണ് കൊത്തണ. ഓർമ്മ ഉണ്ടോ നിനക്ക്? മനസ്സിലാവണുണ്ടോ നിനക്ക്? എന്നെ മറന്നോ നീ?